പ്രിയമുള്ളവരെ, ദൃശ്യം 3 വളരെ കാലമായി മലയാളികൾ കാത്തിരുന്നൊരു ചിത്രമാണ്. ദൃശ്യം 1ഉം 2ഉം തന്ന ആ ഒരു മാസ്മരികത ദൃശ്യം 3-ലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഇത്തരത്തിലുള്ള ഒരു ആവേശം ഈ ചിത്രത്തെക്കുറിച്ചുണ്ടായത്. എന്തൊക്കെ തന്നെയായാലും ചിത്രം ഇന്നലെ റിലീസ് ചെയ്തു. വളരെ തരക്കേടില്ലാത്തൊരു അഭിപ്രായവുമായിട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യം 3യുടെ വിജയപരാജയങ്ങൾ ഒരു പക്ഷേ ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം ആദ്യ ദിവസം തന്നെ 35 കോടിയിലധികം കളക്ഷനെല്ലാം നേടിപ്പോകുന്നൊരു ചിത്രം കമേഴ്ഷ്യലായിട്ട് വിജയിക്കുമെന്ന് തന്നെയായിരിക്കും നിർമ്മാതാക്കളുടെയും പ്രതീക്ഷ. കാരണം അതിൻ്റെ 1ൻ്റെയും 2ൻ്റെയും ഫ്രാഞ്ചൈസി നൽകിയ ആ ഒരു ആത്മവിശ്വാസം പ്രേക്ഷകർക്കിടയിലുണ്ട്. ദൃശ്യം 3യിലേക്ക് കടക്കുമ്പോൾ ദൃശ്യം 3 ഒരു വളരെ പതുക്കെ തുടങ്ങുന്ന ഒരു ചിത്രമാണ്. ഒരു ഫാമിലി ഡ്രാമ പോലെ ഇങ്ങനെ സാവധാനം തുടങ്ങി ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു ചെറിയൊരു ഉത്കണ്ഠ തന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയും ഇൻ്റർവെല്ലിന് ശേഷം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുകയും അവസാനം 2-3 ട്വിസ്റ്റുകളിലൂടെയൊക്കെ അവസാനിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ദൃശ്യം 3 ഇങ്ങനെ പോകുന്നത്. പ്രേക്ഷകരെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഫാമിലി അപ്പിയറൻസ്, ഒരു ഫാമിലി സെറ്റയർ, ഒരു ഫാമിലിയിലുണ്ടാകുന്ന ഇത്രയും കാലം കൊണ്ട് വലുതായ മക്കളും ആ ഫാമിലിയും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം കാണിക്കുന്ന ഒരു കല്യാണാലോചനയും അതിനോട് സംബന്ധിച്ച് നടക്കുന്ന സംഭവങ്ങളുമൊക്കെ വലിയ ബോറടിക്കാതെ തന്നെ ജിത്തു ജോസഫിന് അവതരിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ആ ഒരു രംഗങ്ങളെല്ലാം തന്നെ ഒരു ക്ലീശയാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ കാണിക്കുന്ന സംഭവങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകും എന്നുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയാണ് വലിയ ബോറടിക്കാതെ ഫസ്റ്റ് ഹാഫ് പോയത്. കാരണം ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ കുറേ സംഗതികൾ സെക്കൻഡ് ഹാഫിലേക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ പിടിച്ചിരുത്താനും ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ പാർട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും തന്നെ പറയാനില്ല. കാരണം ഇതൊരു ഫാമിലി ഡ്രാമ, നമ്മൾ ദൃശ്യം 1ഉം 2ഉം എല്ലാം കണ്ട സെയിം പിച്ച് പിടിച്ച് പോവുകയാണ്. ഈവൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം അതിലൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ തന്നെ ഇല്ല. പക്ഷെ ചില കഥാപാത്രങ്ങൾ ഒരു എന്താണ് സ്റ്റീരിയോ ടൈപ്പായി പോയി എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും ഉണ്ട്. കാരണം 1നും 2വിനേക്കാൾ കൂടുതൽ എന്താണ് 3യിൽ ചെയ്യാനുള്ളതെന്നുള്ള ഒരു ആശങ്ക ഒരു ജിത്തു ജോസഫിന് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് 1നും 2നും അത്ര ഒരു മികച്ച ഒരു ക്ലൈമാക്സോ അല്ലെങ്കിൽ മികച്ച ഒരു ആവേശമോ ഒരു ത്രില്ലർ ലെവൽ സസ്പെൻസുകൾ, ആവേശം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഗതികളൊന്നും തന്നെ നൽകാൻ ദൃശ്യം 3ക്ക് അത്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ദൃശ്യം 3 ഒരിക്കലും ഒരു മോശമല്ല. പ്രേക്ഷകരുടെ ആ പ്രതീക്ഷയ്ക്കത്ത് ഏകദേശം പറയുകയാണെങ്കിൽ 80% എത്താൻ ദൃശ്യം 3 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചിത്രങ്ങളെ വിലയിരുത്തുക കഴിഞ്ഞ ചിത്രത്തേക്കാൾ 100% മികച്ചു നിൽക്കുമ്പോഴാണ്. പക്ഷേ ഇത് 80% പിടിച്ചു നിന്നുകൊണ്ട് ഇത് ബോക്സ് ഓഫീസിൽ അത്ര വലിയ പരാജയമാകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ചില കഥാപാത്രങ്ങളുടെയൊക്കെ ആ ഒരു സംസാരമെല്ലാം ദൃശ്യം 2വുമായിട്ട് തന്നെ യോജിച്ച രീതിയിൽ തന്നെ അതേപോലുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ തിയേറ്റർ വാച്ച് തന്നെയാണ് ദൃശ്യം 3. പ്രേക്ഷകരുടെ ആ ഒരു പ്രതീക്ഷ ഒരു 80% ജിത്തു ജോസഫിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം അതിൽ ചോർച്ചുകുട്ടി ആ 1ഉം 2ഉം നൽകിയ അതേ രീതിയിൽ തന്നെ 3ലും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ നടൻ്റെ ഒരു അഭിനയശേഷി തന്നെയാണ്. പേട്രിയറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൽ ഈ 2 നടന്മാർക്കും ഒന്നും അഭിനയിക്കാനില്ലായിരുന്നു. അതേസമയം ദൃശ്യം 3 മോഹൻലാലിന് കുറേ അഭിനയ സാധ്യതകൾ നൽകുന്നുണ്ട്. അത് അദ്ദേഹം നല്ലവണ്ണം അഭിനയിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ ചെറിയൊരു വില്ലനെ കുറിച്ച് മാത്രമാണ് ചെറിയൊരു ഒരു സങ്കടമുള്ളത്. ഭയങ്കര വില്ലനായി വന്നിട്ട് ഒരു ബലൂൺ വീർപ്പിച്ചിട്ട് കുത്തിയാൽ പൊട്ടിപ്പോണ കോലത്തിലായിപ്പോയി എന്നുള്ളൊരു രീതിയിലായിപ്പോയി എൻ്റെ അവസാനം. അത് ഒഴിച്ച് നോക്കിയാൽ മൊത്തത്തിൽ കുഴപ്പമില്ല. നല്ലൊരു ചിത്രം കണ്ടു നോക്കുക എല്ലാവരും. താങ്ക് യു.